മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മറ്റൊരു മഹാ എപ്പിസോഡിലൂടെ നമ്മുടെ കരുണയ്ക്കുള്ള ഒരു 8ൻ്റെ തിരിച്ചടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രതാപൻ ചെയ്ത എല്ലാ ക്രൂരതകൾക്കും വഞ്ചനകൾക്കുമുള്ള തിരിച്ചടി അയാളുടെ മകളിലൂടെ തന്നെ കണ്ണൻ ശിക്ഷയായിട്ട് വിധിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ മാത്രമേ മുത്തശ്ശിക്കും പ്രതാപനും, എന്തിനേറെ പറയുന്നു കരുണയ്ക്ക് പോലും പറ്റുന്നുള്ളൂ. അതിൻ്റെ പേരിൽ ഒരു പരാതി പോലും പറയാൻ ആരുടെയും പറ്റുന്നില്ല. അതായത് ഉണ്ണിയോടും ദുർഗയോടും കണ്ണേട്ടനും അതുപോലെ മഹാലക്ഷ്മിയും തന്നെ ദ്രോഹിക്കുന്നു, തൻ്റെ ജീവിതം ഇങ്ങനെ തുലാസിലായി നിൽക്കുവാണ് എന്നൊന്നും തുറന്നു പറയാൻ പോലും പറ്റാതെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് കരുണ. അപ്പം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, അവൻ ഈ സത്യങ്ങൾ ഇതുവരെ ഉണ്ണിയോടും ദുർഗയോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുണ്ട്. അവൾ പ്രതികാരം ചെയ്യുക. അവൾ അവനെയും കൊണ്ട് നമ്മുടെ കൊച്ചിനെ ഇട്ട് പെടാപ്പാട് പെടുത്തിക്കും. നമ്മുടെ കുഞ്ഞിനെ കമലേശ്വരം തറവാട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോഴത്തേക്കും അവൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ദാസിയായിട്ടല്ലേ നമ്മൾ മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ അങ്ങോട്ടേക്ക് കെട്ടിച്ച് പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം നമ്മുടെ മോൾ അവളുടെ ദാസിയാവുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. അതെങ്ങനെ ശരിയാവാനാ അമ്മ? പക്ഷേ നമുക്കൊന്നും പ്രതികരിക്കാൻ പോലും പറ്റില്ലല്ലോ. അവൻ ആ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവൻ്റെ അച്ഛനെയല്ലേ ഞാൻ കൊന്നത്. നിനക്ക് എന്നാലും എങ്ങനെ തോന്നിയടാ പ്രതാപ അവൻ്റെ അച്ഛനെ കൊന്നിട്ട് അവൻ്റെ മകനെയും കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ചു വിടാൻ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായത്. അതിന് ഞാൻ അറിഞ്ഞോ 5 വയസ്സിൽ കണ്ട കാര്യം അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്? മാത്രമല്ല എല്ലാ സ്വത്തുക്കളും ഉണ്ണിയുടെ പേരിലായിരിക്കും എന്ന് കരുതിയല്ലേ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ മോളെ നിർബന്ധിച്ച് ഇങ്ങനൊരു ബന്ധത്തിലേക്ക് തള്ളിവിട്ടത്. അതിങ്ങനൊരു ഊരാക്കുരുക്കിലേക്ക് മാറുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ അമ്മ. എന്തായാലും നമ്മുടെ കൊച്ചിനെ ഇനി അവൾ ദാസിയാക്കും. അവൾ പറയുന്നത് നമ്മുടെ കുഞ്ഞനുസരിക്കേണ്ടി വരും. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പം പ്രതാപനാണെങ്കിൽ ആകെ തകർന്നിങ്ങനെ ആലോചിച്ചിരിക്കുവാണ്. അതേസമയം മഹാലക്ഷ്മിയോട് കരുണ വന്ന് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണേട്ട എന്നെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്? എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ പേര് എന്നെ എന്തിനാ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇത് തന്നെയാണ് കണ്ണേട്ടൻ നിനക്കും നിൻ്റെ അച്ഛനും വിധിച്ചിരിക്കുന്ന ശിക്ഷ. നീ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇപ്പം തന്നെ നീ ചെയ്ത ക്രൂരതകൾ, സത്യങ്ങൾ കണ്ണേട്ടനോട് തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മാവൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടി മേടിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ പങ്ക് പറ്റാൻ പോയവളല്ലേ നീ. അപ്പോൾ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. കണ്ണേട്ടൻ വിധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ അനുസരിക്ക്. ഇപ്പം ആദ്യം നീ കണ്ണേട്ടന് ചായ കൊണ്ട് കൊടുക്ക് എന്നും പറഞ്ഞ് ചായ ഇടിയിപ്പിച്ച് കരുണയും കൊണ്ട് തന്നെ കണ്ണേട്ടന് കൊടുപ്പിക്കുന്നു. അപ്പം ദുർഗയ്ക്കും അതുപോലെ ഉണ്ണിക്കൊന്നും ഇത് കണ്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മഹാലക്ഷ്മി ഇന്ന് വരെ ഒരു ചേച്ചി എന്ന രൂപത്തിൽ പരിഗണിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കരുണ. മാത്രമല്ല ഇനി കണ്ണേട്ടൻ ദേഷ്യം വന്ന് ദുർഗയും ഉണ്ണിയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടാൽ തന്നെ എനിക്ക് താമസിക്കാൻ സ്വന്തമായിട്ട് 2 വീടുണ്ടെന്നൊക്കെ അഹങ്കാരത്തിൽ പറയുന്ന കരുണ ഒരിക്കലും കണ്ണേട്ടനോടും അതുപോലെ മഹാലക്ഷ്മിയോടും ഇങ്ങനെ ദാസിയായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. തങ്ങളറിയാത്ത എന്തൊക്കെയോ കാര്യം കരുണയും കണ്ണേട്ടനും മഹാലക്ഷ്മിയും അറിഞ്ഞു വെച്ചുകൊണ്ട് പരസ്പരം അത് മറച്ചു പിടിക്കുകയാണെന്നുള്ള ഒരു ഡൗട്ട് നമ്മുടെ ഉണ്ണിക്കും അതുപോലെ ദുർഗയ്ക്കും തോന്നുന്നുണ്ട്. അച്ഛന് മാനസികമായി ഡിപ്രഷൻ വന്നതിന് ശേഷമുള്ള കരുണയുടെ സ്വഭാവത്തിലെ മാറ്റം വിശ്വസിക്കുന്നതിനും അപ്പുറമായിരുന്നു. അത് തന്നെ ഡൗട്ട് അടിച്ചിരിക്കുമ്പോഴാണ് കരുണയുടെ ഇത്രയും വലിയ മാറ്റവും ചേഞ്ചും. അതെങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? എന്തായാലും ചായയും കൊണ്ട് ചെന്ന് കണ്ണേട്ടനെ കണ്ട് കരുണ എങ്ങനെയെങ്കിലും സോപ്പിട്ട് തൻ്റെ ജീവിതം തകർക്കരുത് എന്നുള്ള രൂപത്തിൽ സംസാരിക്കുമ്പോൾ ഞാനായിട്ട് എന്തായാലും സത്യങ്ങൾ എൻ്റെ അനിയനോടോ അതുപോലെ മഞ്ജുവിനോടോ എൻ്റെ രണ്ടാനമ്മയോട് തുറന്നു പറയില്ല. പക്ഷേ നീ എന്തെങ്കിലും ഒരു വാലിളക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ സത്യം എല്ലാവരുടെയും തുറന്നു പറയും. അതിനുശേഷം നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുണ്ടല്ലോ, അത് നിനക്ക് അഴിച്ചു വെക്കേണ്ടി വരും. അത് മറക്കണ്ട. എൻ്റെ ഭാര്യയെയോ അല്ലെങ്കിൽ എന്നെയോ ദ്രോഹിക്കാൻ വേണ്ടി ഇനി നീയും നിൻ്റെ വീട്ടുകാരും ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തീരും നിൻ്റെ ഈ വീട്ടിലെ അഹങ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും കരുണ ആകെ തകർന്നാണെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. കണ്ണേട്ട അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത്രയും നാൾ ഉണ്ണിയേട്ടൻ എന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. എനിക്ക് ഉണ്ണിയേട്ടനോടൊപ്പം ഈ വീട്ടിൽ തന്നെ താമസിക്കാനാണ് താല്പര്യം എന്നുള്ള രൂപത്തിനാണ് കരുണയുടെ ആറ്റിറ്റ്യൂഡും സംസാരവും. അതേസമയം മഹാലക്ഷ്മിയെ കണ്ട് എങ്ങനെയെങ്കിലും അവൾ വഴി കണ്ണേട്ടൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡും സ്വഭാവത്തിനോടും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് കരുണ ശ്രമിക്കുന്നുണ്ട്. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ കേൾക്കും. അതുകൊണ്ട് എന്നെ ദ്രോഹിക്കരുത്. എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് എന്നെ എന്തിനാ ക്രൂശിക്കുന്നത്? അച്ഛനെ തന്നെ അതിനുള്ള ശിക്ഷ കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മഹാലക്ഷ്മി, അത് കൊള്ളാം. നിൻ്റെ അച്ഛനും മുത്തശ്ശിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ സഹിക്കുക പോലും ചെയ്യില്ലായിരുന്നല്ലോ. ഇപ്പം ഇങ്ങനെയൊക്കെ ആയോ? ഇപ്പം എനിക്ക് ഇങ്ങനെ നിന്നേ പറ്റുള്ളൂ. ഉണ്ണിയേട്ട ഇപ്പം
ഇന്നലെയും കൂടി പറഞ്ഞു, പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് പൊക്കോ, നീ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ കാലൊന്നും ഞാൻ പിടിക്കില്ല, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നവരെ മാത്രം എനിക്കും വേണ്ടൂ എന്നൊക്കെ പറഞ്ഞു. അന്നേരം മഹാലക്ഷ്മി പറയുക, അവനും വിവരം വെച്ച് തുടങ്ങി. നട്ടലില്ലാത്തവനെന്ന് പറഞ്ഞ് നീ ഒരുപാട് അവനെ കുറ്റപ്പെടുത്തിയില്ലേ, അവനിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കരുണ.